BJP മാർച്ചും ധർണയും നടത്തി. തിരുവിലാമല സർവീസ് സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP തിരുവിലാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം BJP സംസ്ഥാന കൗൺസിൽ അംഗം PK മണി നിർവഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി K ബാലകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PK ഉമേഷ് സ്വാഗതം പറഞ്ഞു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, ബ്ലോക്ക് മെമ്പർ ആശാദേവി N, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത്, പ്രകാശൻ, ഉണ്ണികൃഷ്ണൻ, മറ്റ് BJP പ്രവർത്തകരും മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. ശ്രീ K ബാലകൃഷ്ണൻ അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. തിരുവിലാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഒരു സമരം സംഘടിപ്പിക്കാനുണ്ടായ കാരണം തിരുവിലാമലയിൽ വളരെ കാലമായി തിരുവിലാമല പൊതുജനങ്ങളുടെ പണം ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചിരിക്കുന്നത് ഈ സഹകരണ സ്ഥാപനത്തിലാണ്. അത്തരമൊരു സ്ഥാപനം ഒരു വ്യക്തിയുടെ പേരും 2.5 കോടി രൂപ തട്ടിയെടുക്കുമെന്ന് പറയുമ്പോൾ ഈ ഭരണ സ്ഥാപനത്തിന് എന്താണ് ഇതിന്റെ കാര്യസ്ഥത ഉള്ളത്, എന്താണ് ഈ ബാങ്കിന്റെ സുതാര്യത എന്ന് നമ്മൾ BJP ചോദിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ വരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സൂചനാവം മാത്രമാണ്. കാരണം ഇന്നൊരു വ്യക്തിയുടെ പേരും കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. ആ ആരോപണത്തിന് ശേഷം വ്യക്തമായ ഒരു അന്വേഷണം ഉണ്ടായി. ആ അന്വേഷണത്തിൽ ഈ ബാങ്കിന്റെ മറ്റും ഭാരവാഹികളോ മറ്റാരെങ്കിലും ഈ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായ ഒരു വലിയ സമരം തന്നെ ഇവിടെ സംഘടിപ്പിക്കുമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. 2020-21 കാലഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി തിരുവിലാമല ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുത്ത സമയത്ത് ആ ഭരണത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഒരു സഹകരണ ബാങ്കും കൂടിയാണത്. CPM-ഉം കോൺഗ്രസും കൂടി ചേർന്നുകൊണ്ട് ഈ ഞങ്ങളുടെ ഭരണത്തെ അട്ടിമറിക്കാൻ ഏറ്റവും മുൻപന്തി എന്ന ഈ സ്ഥാപനത്തിനെതിരെ എന്ത് തരമുണ്ടെങ്കിലും ഇത് ഏവർക്കുമായിരിക്കും ഇതിന്റെ നിർദ്ദേശം എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എത്തുമ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ കൺവീനർ ഉമേഷ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബ്ലോക്ക് മെമ്പർ ആശാദേവി, അതുപോലെ തന്നെ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ഷീല പണിക്കര്, സന്നിഹിതരായിട്ടുള്ള മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, പാർട്ടി പ്രവർത്തകരെ, കഴിഞ്ഞ 1-2 വർഷമായി കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിരവധി സഹകരണ സംഘങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുക. ഈ ബാങ്കുകളിലെ, ഈ സൊസൈറ്റികളിലെ ഭരണസമിതിയുടെ പല നേതാക്കളും ഇന്ന് ജയിലിലാണ്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് തിരുവില്ലാമല കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഏതാണ്ട് 2.5 കോടി എന്ന് പറയുന്ന തുകയുടെ തട്ടിപ്പ്. ഈ ഭരണസമിതി ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ മേൽ മാത്രം ഇത് കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തിരുവില്ലാമല സർവീസ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വന്നിട്ടുണ്ട്.